നമസ്കാരം. നിഷാദ് റാവുത്തർ മീഡിയ വണ്ണിലെ മാധ്യമപ്രവർത്തകനാണ്. നിഷാദ് റാവുത്തർ കാരണം കേരളത്തിൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം നിങ്ങൾക്ക് ചില ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് 4 റിസൾട്ട് വരാൻ ബാക്കി നിൽക്കെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആര് എന്ന് പറഞ്ഞ ഭയങ്കര ചർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രി ആകേണ്ട ആളിൽ നിന്ന് നമ്മൾ കരുതുക പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വാഭാവികമായി ഇനി ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാവും. ഇനി അതല്ലെങ്കിൽ രണ്ടാമത് അതിന് മുമ്പത്തെ പ്രതിപക്ഷ നേതാവും ഈ 5 കൊല്ലം കാര്യമായി പ്രവർത്തിക്കുകയും ചെയ്ത രമേശ് ചെന്നിത്തലയുണ്ട്. അവിടെ എങ്ങനെ KC വേണുഗോപാൽ വരുന്നു എന്നുള്ള ആശങ്ക അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലും വരുന്നുണ്ടാവും. അത് പക്ഷേ വന്നു. അങ്ങനെ ഭയങ്കരമായി KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുകയാണെന്നുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോഴാണ് മീഡിയ വൺ ഇത് സംബന്ധിച്ചൊരു ചർച്ച സംഘടിപ്പിച്ചത്. അതിൽ നിഷാദ് റാവുത്തർ KC വേണുഗോപാലിന് ഇവിടെ എന്താ കാര്യം എന്ന ആംഗിളിൽ വിശദമായ ചർച്ചകൾ നടത്തി. ആ ചർച്ചയിൽ വലിയ തോതിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തിന് യോഗ്യതയുണ്ടോ എന്ന പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുകയും ചെയ്തു. ഇതോടെ കോൺഗ്രസിൽ വലിയ രോഷാകുലരായ യുവാക്കളും മധ്യവയസ്കരും വയസ്കരും ഒക്കെ രംഗത്തിറങ്ങിയ വലിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സാഹചര്യമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം, KC വേണുഗോപാൽ കേരളത്തിൽ കാര്യമായ ശ്രദ്ധ കൊടുക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറി ഒക്കെ ആണെങ്കിലും ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ബംഗാൾ പോലെ ക്രൂഷ്യലായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഒരു റോളിലാണ് മൂപ്പർ ഇവിടെ വന്നിട്ട് മുഴുവൻ സമയം ഇവിടെയാണ് ചെലവഴിച്ചത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പം എന്തുകൊണ്ട് സ്വാഭാവികമല്ല എന്തുകൊണ്ട് അദ്ദേഹം വരുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിലൊക്കെ വരും. അതുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേടുന്ന ആളുകൾ അത് മുഖ്യമന്ത്രി ആവാനാണ്, ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി ആവാനുള്ള നീക്കമാണ് എന്നുള്ള ഒരു ശങ്കയിലേക്ക് എത്തിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ചോദ്യമാണ് ആളുകൾ ചോദിച്ചത്. എന്തിനാണ് മൂപ്പര് ബാക്കി 2 ആൾ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യം. ഇതോടുകൂടി KC ആരാധകർ രോഷാകുലരായി, അവർ രംഗത്തിറങ്ങി. അപ്പോൾ ഇത് നല്ലൊരു അവസരമായി. അങ്ങനെ നിഷാദ് റാവുത്തറിൻ്റെ പേരിട്ടിട്ട് KC മുഖ്യമന്ത്രിയാവാൻ യോഗ്യനാണ് എന്ന് 2 ദിവസം കൊണ്ട് സ്ഥാപിച്ചെടുക്കാൻ KCയുടെ മനസ്സറിയുന്ന ആളുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സാഹചര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, ഒടുവിൽ വരുന്ന വാർത്ത കൂടി ശ്രദ്ധേയമായി മാറുന്നുണ്ട്. അതായത് ഇരിക്കൂർ MLA സജീവ് ജോസഫ് ഉണ്ട്, KCയുടെ കടുത്ത അനുയായിയാണ്. സജീവ് ജോസഫിനോട് ഭരണം കിട്ടുകയാണെങ്കിൽ രാജിവെക്കേണ്ടി വരും എന്നും വേണ്ടി വന്നാൽ രാജ്യസഭയിലേക്ക് നിങ്ങളെ വിടാം, ജൂൺ ജൂലൈയിൽ ഒഴിവ് വരും കേരളത്തിൽ നിന്ന്, അതിലേക്ക് വിടാം എന്നൊക്കെയുള്ള KCയുടെ ഭാഗത്തു നിന്നുള്ള KC ക്യാമ്പിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് KC മുഖ്യമന്ത്രിയാവുമെന്ന് ഉറപ്പാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ, അത് ശരിയാണോ സത്യമാണോ നമുക്കറിയില്ല, കളവാണോ എന്നറിയില്ല, അങ്ങനെയുള്ള വാർത്തകൾ കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഈ ഘട്ടത്തിൽ KCയുടെ വരവ് ഏകദേശം ഉറപ്പിച്ച മട്ടിലാണ് കോൺഗ്രസിൽ ഒരു വിഭാഗമൊക്കെ. പക്ഷേ അതിൻ്റെ തുടർച്ചയായി നടക്കുന്ന കാര്യങ്ങൾ അതിലും കോമഡിയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് KPCC പ്രസിഡന്റ് K സുധാകരനാണ്. 4-5 പേരുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് K സുധാകരനാണ്. K സുധാകരൻ ഫേസ്ബുക്കിലൂടെ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, കേരളത്തിൽ ഇനി ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ KC ഭരണം എന്ന് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ സുധാകരൻ്റെ കാര്യവും യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ കാലത്തൊക്കെ സുധാകരൻ ഉണ്ടെങ്കിൽ ഞാനില്ല എന്ന് VD സതീശൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ നിരന്തരം വന്നതാണ്. എനിക്കിപ്പോൾ ഭയങ്കര സംശയമുണ്ട് അതിൻ്റെ പിന്നിലൊക്കെ വേറെ കളികളുണ്ടോ. ആ വാർത്തയൊക്കെ സുധാകരനെ മുൻനിർത്തി VD സതീശൻ പറഞ്ഞതാണോ, ഇനി ഇങ്ങനൊരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ തമ്മിലുള്ള സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി, ഇവർ തമ്മിൽ പോരുണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും സൃഷ്ടിച്ച് വിട്ടതാണോ എന്നൊക്കെ ഈ ഘട്ടത്തിൽ സംശയം തോന്നുന്നുണ്ട്. എന്തായാലും സുധാകരൻ തീരുമാനമെടുത്തു, VD സതീശനല്ല എൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അത് സാക്ഷാൽ KC വേണുഗോപാലാണ് എന്ന് വ്യക്തമായും കൃത്യമായും മൂപ്പര് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ വായിക്കാം, അതിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അദ്ദേഹം പറയുന്നത്, ഇന്ന് കേരളത്തിന് ആവശ്യം ദൂരദർശിയുള്ള നേതൃത്വമാണ്, ദൂരത്തെ കാണാൻ കഴിയുന്ന നേതൃത്വമാണ്. ലീഡർ K കരുണാകരൻ, ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർജി തുടങ്ങി സംസ്ഥാന രാഷ്ട്രീയത്തെ ദിശാബോധത്തോടെ നയിച്ച മഹാനേതാക്കളുടെ പാത പിന്തുടർന്ന് കേരള രാഷ്ട്രീയത്തിലെ മുടി ചൂടാമന്നനായി ഉയരാൻ KCക്ക് കഴിയും എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകരിൽ ശക്തമാണ്. ഒരു നേതാവിൻ്റെ മഹത്വം പദവികളിലല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യത്തിലാണ് പ്രതിഫലിക്കുന്നത്. താഴെത്തട്ടിൽ നിന്ന് സംഘടനയുടെ ഓരോ ഘട്ടവും അനുഭവിച്ച് വളർന്നു വന്ന ഒരു നേതാവിന് മാത്രമേ പ്രവർത്തകരുടെ മനസ്സറിയാനും അവരുടെ പ്രതീക്ഷകൾക്ക് മറുപടി നൽകാനും കഴിയൂ. പാർട്ടിയോടുള്ള അചഞ്ചലമായ ആത്മാർത്ഥത, പ്രതിസന്ധികളിൽ പോലും പിന്നോട്ടില്ലാത്ത ഉറച്ച നിലപാട്, പ്രവർത്തകരോട് കാണിക്കുന്ന വിനയം, ആദരവ്, ഇതാണ് KC വേണുഗോപാലിനെ വ്യത്യസ്തനാക്കുന്നത്. നേതാവ് എന്ന നിലയിൽ മാത്രമല്ല, ഒരാളുടെ സഹയാത്രികനായും പ്രവർത്തകരുടെ ഇടയിൽ നിലകൊള്ളാൻ കഴിയുന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. അത്തരം നേതാക്കൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ കരുത്താണ്. അവരുടെ പ്രവർത്തന ശൈലിയും ആത്മാർത്ഥതയും തന്നെയാണ് ഭാവിയെ നിർണ്ണയിക്കുന്നത്. കോൺഗ്രസിനും UDFനും ശക്തമായ ദിശാബോധം നൽകാൻ ദേശീയ നേതൃത്വത്തിന് കരുത്ത് പകരുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളെയും പ്രവർത്തകരെയും പ്രചോദിപ്പിച്ച് നാളെയുടെ ഭരണത്തിന് ദിശാബോധം നൽകാൻ കഴിയുന്ന നേതാവായി KC വേണുഗോപാലൻ ഉയരട്ടെ.
അതായത് നാളെയുടെ ഭരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കഴിഞ്ഞ് നമ്മൾ വരും. അപ്പോൾ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ആ ഭരണത്തിന് ദിശാബോധം നൽകുന്ന നേതാവ് അയാൾ തന്നെ വരണം. ആ നേതൃകാലത്തിനായി പ്രതീക്ഷയോടെ എന്നാണ് കെ സുധാകരൻ പറയുന്നത്. അതായത് കെ സി വരുന്ന ആ നേതൃകാലത്തിന് പ്രതീക്ഷയോടെ ഞാൻ നിൽക്കുകയാണെന്ന് കെ സുധാകരൻ പറഞ്ഞു. തൊട്ടടുത്ത ദിവസങ്ങളിൽ സുധാകരനെ കാണാൻ പോയി സുധാകരൻ്റെ കാല് പിടിച്ച കെ സി വേണുഗോപാലിൻ്റെ ചിത്രം നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അത് വെറുതെ അല്ല എന്നിപ്പോൾ മനസ്സിലായല്ലോ. എന്തായാലും സുധാകരന് പിന്നാലെ നിയമസഭയിൽ തന്നെ നിലവിലെ MLA റോജി എം ജോൺ രംഗത്തെത്തി. റോജി എം ജോൺ മീഡിയ വണ്ണിൻ്റെ തലയിൽ വെച്ചിട്ടുള്ള നിഷാദ് റാവുത്തറിൻ്റെ തലയിൽ വെച്ചിട്ടുള്ള ഒരു വിമർശനം കെ സി വേണുഗോപാലിനെ നൈസായിട്ട് മുഖ്യമന്ത്രിയാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അദ്ദേഹം പറയുന്നു, ഇന്നലെ മീഡിയ വണ്ണിലെ ഒരു ചർച്ച കാണാനിടയായി. തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പ് അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന് ചർച്ച ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. എന്തായാലും അധികാരത്തിൽ UDF വരും എന്ന കണക്കുകൂട്ടലാണല്ലോ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന ചർച്ചകൾ കാരണം. ആ ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസിലെ എല്ലാ കാലത്തും മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യരായ ഒന്നിലധികം നേതാക്കൾ ഉണ്ടാവും. അതിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കും. അതിനുള്ള സംവിധാനം പാർട്ടിക്കുണ്ട്. അത് ചാനൽ മുറിയിലും സോഷ്യൽ മീഡിയയിലും ചിലർ നടത്തുന്ന ചർച്ചകളല്ല. ഇത് എഴുതാൻ കാരണം കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായ കെ സി വേണുഗോപാലിൻ്റെ യോഗ്യത അളക്കാൻ മീഡിയ വൺ നടത്തിയ ശ്രമമാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ രാജ്യം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന നേതാവാണ് അദ്ദേഹം. സംഘപരിവാറിനെതിരായ പോരാട്ടം രാഹുൽ ഗാന്ധിയോടൊപ്പം നയിക്കുന്ന നേതാവ്, ചങ്കുറപ്പുള്ള നേതാവ്. പാർട്ടി അധികാരത്തിൽ സൗകര്യങ്ങളിരുന്നപ്പോൾ അല്ല അദ്ദേഹം ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നത്, മറിച്ച് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷത്ത് പരാജയപ്പെട്ടിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യോഗ്യത അളക്കാനും അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ആരും ശ്രമിക്കേണ്ട. ഇത്തരം ചർച്ചകൾ കോൺഗ്രസിനെ നന്നാക്കാനല്ല എന്ന് മനസ്സിലാകും. അതായത് കെ സി കൊള്ളാവുന്ന ആളാണ്, അയാളെ അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, മുഖ്യമന്ത്രിയാവാൻ പറ്റുന്ന ആളാണെന്ന് റോജി എം ജോൺ പറയുന്നത്. പിന്നാലെ സന്ദീപ് വാര്യർ രംഗത്ത് തൃക്കരിപ്പൂരിലെ അവരുടെ സ്ഥാനാർത്ഥി UDFൻ്റെ സന്ദീപ് വാര്യർ പറഞ്ഞു, കെ സി ഭയങ്കരമാണ്, എന്നെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ എടുത്ത ത്യാഗവും പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അരിത ബാബു പറഞ്ഞു. VR അനൂപ്, ചാനൽ ചർച്ചയിലൊക്കെ നമ്മൾ കാണുന്ന VR അനൂപ് നമ്മളെ നിഷാദ് റാവുത്തറിനെ ചീത്ത പറയുന്നു എന്ന വ്യാജേന കെ സി ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നു. ബുദ്ധിജീവികളായ സുധാ മേനോനെ പോലെയുള്ള കോൺഗ്രസ് ബുദ്ധിജീവികളും രംഗത്തിറങ്ങി. പിന്നെ മാത്രമല്ല, ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ചില രാഷ്ട്രീയ കാര്യങ്ങൾ, ചില പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റുകൾ ഉണ്ട്. AP അനിൽകുമാർ നേരത്തെ തന്നെ VD സതീശനോട് അകന്നു നിൽക്കുന്നത് രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. AP അനിൽകുമാർ മുസ്ലിം ലീഗ് നേതാക്കളുമായി നടത്തുന്ന കൂടിക്കാഴ്ചകൾ ഈ ദിവസങ്ങളിൽ നിർണായകമായി. അത് കെ സിക്ക് വേണ്ടി നേരത്തെ തന്നെയുള്ള പരിപാടികളാണ് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ചുരുക്കത്തിൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഈ വാർത്തകളിൽ നിന്നും ആ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് അടിസ്ഥാനമായി ഒരു കാരണമുണ്ട്. എന്തെന്നറിയോ? നിലവിലെ സ്ഥാനാർത്ഥികളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും കെ സിയുടെ പിന്തുണക്കാരാണ് എന്നുള്ളതാണ്. മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ AI ഗ്രൂപ്പുകളൊന്നുമില്ല. VD സതീശനും സുധാകരനും വന്ന AI ഗ്രൂപ്പുകളില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ആ അർത്ഥത്തിൽ സതീശനും പാരയായി കഴിഞ്ഞു. കാരണം കെ സി നൈസായിട്ട് അവിടെ നിന്ന് കുറേ ആളുകളെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, VD സതീശൻ വളർത്തിക്കൊണ്ടുവന്നൊരു സംഘം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലിക്ക് ഉതകും വിധത്തിൽ കൊണ്ടുവന്നൊരു സംഘമുണ്ട്. VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം മുതൽ മാത്യു കൊൾനാടൻ മുതൽ ഇങ്ങോട്ട് ഒരു നീണ്ട നിരയുണ്ട്. സന്ദീപ് വാര്യർ വരെയുള്ള ആളുകൾ അങ്ങനെയുണ്ട്. അതായത് ഭയങ്കരമായി എതിരാളിയെ അറ്റാക്ക് ചെയ്യുക, അറ്റാക്ക് ചെയ്ത് എന്തും പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക എന്നൊക്കെയുള്ളൊരു ശൈലിയുണ്ട്. പണ്ട് CPM ഉപേക്ഷിച്ചൊരു ശൈലി ഉണ്ടല്ലോ, അതാണല്ലോ ഇവരുടെ ഒരു പ്രധാന ഐഡൻറ്റിറ്റി. ആ ശൈലിയിൽ ഞാൻ ഭയങ്കര എക്സെൻട്രിക്കാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് വിട്ടുവീഴ്ചയില്ലാത്ത ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പരിപാടിയാണ്. ആ ശൈലിയിൽ ഡെവലപ്പ് ചെയ്ത് എല്ലാവരും കാലുമാറി. രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്യൂ വന്ന സമയത്ത് രാഹുൽ കാലുമാറി, രാഹുലിനെതിരെ സതീശനാണെന്ന് പറഞ്ഞ് കാലുമാറി. ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് മുഴുവൻ കെ സിയുടെ ആളായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ മാത്യു കൊൾനാടൻ തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി വരുന്നു. ആകപ്പാടെ മുഹമ്മദ് ഷിയാസ് ജയിക്കോ തോക്കോ എന്നൊരു ഉറപ്പില്ലാത്ത മുഹമ്മദ് ഷിയാസാണ് VD സതീശനെ ഒപ്പമുള്ളത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ആവണം മധ്യ കേരളത്തിൽ നിന്നൊരാൾ എന്ന മട്ടിലേക്ക് നിലപാടുമായി വന്നത്. മറ്റ് ഭൂരിഭാഗം ആളുകളും കെ സിക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ് എന്നുള്ള സ്ഥിതിയുണ്ട്. അപ്പോൾ ഇത് നേതാക്കളുടെ അവസ്ഥ. ഇനി MLA-മാരാകാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളും ഭൂരിഭാഗവും അദ്ദേഹത്തിൻ്റെ നോമിനികളാണ് എന്നൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് തന്നെ നമ്മൾ കണക്കെടുത്ത് വിശകലനം ചെയ്ത വാർത്തകൾ കണ്ടതാണ്. അപ്പുറത്ത് രണ്ടാമത് നിൽക്കുന്ന ചെന്നിത്തലയായിരിക്കും. ചെന്നിത്തലക്ക് 10-13 ആളൊക്കെ ചിലപ്പോൾ കൂടെ ഉണ്ടാവും. ഇതിൽ ആരൊക്കെ ജയിക്കും എന്നുള്ളത് കൂടി പ്രധാനമാണ് കേട്ടോ.
എന്നാൽ വി ഡി സതീശനൊപ്പം ഈ പറഞ്ഞ പോലെ മുഹമ്മദ് ഷിയാസും കുറച്ച് പേരും മാത്രം നിൽക്കുന്ന അവസ്ഥയാണ്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ള പാർലമെൻ്ററി പാർട്ടിയിലത്തെ ലീഡർ തെരഞ്ഞെടുപ്പിൽ പ്രധാനം MLA-മാരുടെ പിന്തുണയാണ്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ കോൺഗ്രസിൽ അത് ഗ്രൂപ്പിൻ്റെ മേധാവിത്വം അനുസരിച്ച് മറിയാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ KC വരണം എന്നൊരു ആവശ്യം ഉയർന്നാൽ പിന്തുണക്കാൻ ഭൂരിഭാഗം ആളുകളും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ കൂടി KCക്കും ക്യാമ്പിനുമുണ്ട്. തങ്ങളുടെ പിന്തുണക്കാരെല്ലാം ജയിച്ചു വരും എന്നുള്ള പ്രതീക്ഷ, ആ തരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയാകാൻ റെഡിയായി ഒരു ക്യാമ്പും അതിനൊരു നേതാവും ഒക്കെ കണ്ടെടുത്തി അവിടെ നിൽക്കുന്നുണ്ട്. പകരം ചെന്നിത്തലേനെയും വി ഡി സതീശനൊക്കെ ഇനി എന്ത് ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയൊക്കെ ആക്കി അങ്ങ് മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനാണോ പരിപാടി എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെയുള്ള ആലോചനകൾ നടക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒരു കാര്യം നടക്കണം. എന്താ അത്? മുഖ്യമന്ത്രി ആവണമെങ്കിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള പിന്തുണ ലഭിക്കണം. അതിനനുസരിച്ചുള്ള MLA-മാർ ജയിക്കണം. അതിപ്പം മെയ് 4 മാത്രമേ ആവുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, മുഖ്യമന്ത്രി ആവാൻ മാത്രമേ KC വേണുഗോപാൽ വരുള്ളൂ. അല്ലാതെ പ്രതിപക്ഷ നേതാവ് ആവാൻ KC വേണുഗോപാൽ വരില്ല എന്ന് എന്തായാലും ഉറപ്പാണ്. കാരണം പ്രതിപക്ഷ നേതാവാൻ ഒരാളെ അവിടുന്ന് രാജിവെച്ചുകൊണ്ടിരുന്ന് ഇവിടുന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു സീറ്റ് പ്രതിസന്ധിയിലാക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് മുഖ്യമന്ത്രി ആവാൻ, ഭരണം കിട്ടിയാൽ മാത്രം KC വേണുഗോപാൽ വരും. പക്ഷേ ഭരണം കിട്ടണം. അതിപ്പോൾ മെയ് 4 അറിയാൻ കഴിയുള്ളൂ. അതുവരെ അധികാരം കിട്ടുന്നത് വരെ ഈ ചർച്ച അതിൻ്റെ വഴിക്ക് രസകരമായി നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കി മെയ് 4 അധികാരം കിട്ടിയാലേ ഉള്ളൂ. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അപ്പോൾ കാണാം. ഇല്ലെങ്കിൽ 2021 ഉണ്ടായതുപോലുള്ള ചർച്ചകളായിരിക്കും. ഉമ്മൻചാണ്ടിക്ക് 2 കൊല്ലം, ചെന്നിത്തലക്ക് 3 കൊല്ലം എന്ന നിലയിൽ ഭയങ്കര ചർച്ചയായിരുന്നു. റിസൾട്ട് വന്നപ്പം ഭരണവും കിട്ടിയില്ല, പ്രതിപക്ഷ നേതാവ് പോലും ആയില്ല ചെന്നിത്തല. അത് വി ഡി സതീശനാണ് ആയത്. ഇത്തവണ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് മെയ് 4 വരെ കാത്തിരുന്ന് തന്നെ അറിയണം. കാത്തിരിക്കാം. കാത്തിരുന്നല്ലേ പറ്റുള്ളൂ. നമ്മൾ ഭരിക്കുന്ന ആളുകളെ നമ്മൾ അറിയണ്ടേ. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.